കൃഷ്ണകുമാറും മകളും കടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരകത്തേക്ക് പോവും, ശിക്ഷ അനുഭവിക്കും. കാരണം ഡോക്യുമെൻ്ററി എവിഡൻസ് അനുസരിച്ച് ഈ പണം ബാങ്കിൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. അത് ഇവരെടുത്തിട്ട് അത് തിരിച്ച് ഒരു കൗണ്ടർ അടിച്ചിട്ടുണ്ട്, തിരിച്ച് ദിയ കൃഷ്ണകുമാറിന് കൊടുക്കുകയായിരുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് മാസം 10,000 രൂപയോ 12,000 രൂപ എങ്ങാണ്ടാണ് ശമ്പളമെന്ന് തോന്നുന്നു. അവർക്ക് 1.5 വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മെച്ചം, അവരുടെ വീട് നന്നാക്കിയിട്ടുണ്ടോ, പുതിയ ഒരു വീട് വെച്ചിരിക്കുന്ന ഒരാൾ, അതെങ്ങനെ പണം വന്നു? അപ്പോൾ പണം അങ്ങോട്ടേക്ക് ഒഴുകി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചില വക്കീലന്മാരും ചില അവരുടെ സുഹൃത്തുക്കളും ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടികൾ കിടന്ന് കുരുങ്ങും. പോലീസ് ഇന്നലെ ഈ ഇവരുടെ അക്കൗണ്ടിൽ പണം വന്നു എന്നറിഞ്ഞ ഉടനെ പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്താൻ അവരവരുടെ വീടുകളിൽ ചെന്നു. രാവിലെ അവരാരും വീട്ടിലില്ല. അവർ വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണ് എന്നാണ് 3 പേരുടെയും വീട്ടിൽ നിന്ന് പോലീസിന് വന്ന മറുപടി. വക്കീലിനെ കണ്ടിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് പോലീസ് മാറി മാറി 3 വീടുകളിൽ അവിടെ സമയം അവർ വരുന്നത് കാത്തു നിന്നു. പക്ഷേ വന്നില്ല. വൈകിട്ടത്തോടുകൂടി പോലീസ് അവിടുന്ന് മടങ്ങി. അവർക്ക് മൊഴി രേഖപ്പെടുത്താൻ പറ്റില്ല. ഇവരുടെ വാദഗതി എന്താണെന്ന് രേഖപ്പെടുത്തണമല്ലോ. അത് അങ്ങനെ ഒരു മൊഴി കൊടുക്കാൻ പറ്റില്ല. ഈ പണം വന്നതിന് എന്ത് മൊഴി കൊടുക്കാനായിട്ടാണ്? എങ്ങനെയാണ് അതിൻ്റെ കൗണ്ടർ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. അത് ടാക്സ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് അവർക്ക് കൊണ്ടേ കൊടുത്തത്. പിന്നെ എങ്ങനെയാണ് ഒരു പുതിയ വീട് വെക്കുന്നത്? എങ്ങനെയാണ് ഇവരുടെ വീട്ടിലെ സൗകര്യങ്ങൾ വർദ്ധിച്ചത്? പണം എവിടെ നിന്ന് വന്നു? അപ്പോൾ അത് തീർച്ചയായിട്ടും ആ പെൺകുട്ടികൾക്ക് ആരോ തെറ്റിദ്ധരിപ്പിച്ചതിൽ യഥാർത്ഥ കേസിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രോഡും ചീറ്റിങ്ങും ഒക്കെ ഉണ്ട്. ഇനി വേറൊരു കാര്യം, അതിനകത്ത് കൂടുതൽ ഒഫൻസ് അവരുടെ പേരിൽ ചാർത്തേണ്ടി വരും. കാരണം QR കോഡിൽ ചില മോഡിഫിക്കേഷൻ വരുത്തി. അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് ചീറ്റിങ്ങും ഫ്രോഡും ഡിജിറ്റൽ ഒഫൻസിനകത്തൊക്കെ വരും. ഡിജിറ്റലായിട്ടാണ് നമ്മൾ QR കോഡ് അവർ കടയ്ക്ക് വേണ്ടി ഓതറൈസ്ഡ് ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് മോഡിഫിക്കേഷൻ വേരിയേഷൻ വരുത്തിയിട്ടാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതൊരു ഡിജിറ്റൽ ഒഫൻസ് തന്നെയാണ്. അതിന് ശിക്ഷ 7 വർഷം വരെ വരാം. അപ്പം കാര്യങ്ങൾ പന്തിയില്ലാതെ നീങ്ങുകയാണ്. പോലീസ് അതിൻ്റെ 2 പേരുടെയും കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ സത്യസ്ഥിതി മനസ്സിലാക്കി കഴിയുമ്പം രണ്ടാമത്തെ കേസിൽ പ്രതിക്ക് അനുകൂലമായി എടുത്ത ഒരു FIR റെഫർ ചെയ്ത് കളയേണ്ടി വരും. അത് മലീഷ്യസായിട്ട് പ്രോസിക്യൂഷന് വേണ്ടി പണം മോഷ്ടിച്ചിട്ട് മലീഷ്യസായിട്ട് ആ പണത്തിൻ്റെ ഉടമസ്ഥയെയും അവരുടെ പിതാവിനെയും കുരുക്കാൻ വേണ്ടി ചെയ്തതാണ്. വലിയ വാർത്തകൾ ഈ സംഭവത്തിന് ചാനലിലും യൂട്യൂബിലും TV-യിലൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. പത്രമാധ്യമങ്ങളിലും ഈ വാർത്തകൾ വന്നു. ഇതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഒരു ഗുണവുമില്ല. ഒന്നുകൂടെ ആ ഒഫൻസിൻ്റെ കാഠിന്യം വർദ്ധിക്കുമെന്നല്ലാതെ അതവർക്ക് ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് ഞാൻ നേരത്തെ പോലെ പറയുന്നത്, കൃഷ്ണകുമാറിനെ മകളെയും കണ്ട് ഇതൊരു ഒത്തീർപ്പിലേക്ക് കൊണ്ടുപോയി അവരതിൽ നിന്ന് കൊടുക്കാനുള്ള എഗ്രി ചെയ്ത പണം കൊടുക്കുക എത്രയും പെട്ടെന്ന്. കാരണം ഈ പണം ഉപയോഗിച്ച് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പണം ഉപയോഗിച്ച് അവരുടെ പഴയ വീട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പണം ഉപയോഗിച്ച് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്, ഇതെല്ലാം കുറ്റകരമാണ്. അതിൽ നിന്ന് ഒഴിവായി പോകാനായിട്ടുള്ള ഒരു സംവിധാനം കൃഷ്ണകുമാറും മകളും നേരത്തെ പറഞ്ഞതാണ്. അവിടെ നിന്ന് മാറി അവർക്കെതിരായിട്ട് കേസ് കളിച്ച് അവരെ കുരുക്കാനായിട്ട് ഒരു ശ്രമം ഇവിടെ നടന്നിരിക്കുന്നത്. അത് വില പോവില്ല. കാരണം കണ്ടമാണല്ലോ അത്. മ്യൂസിയം പോലീസ് എന്തുകൊണ്ടാണ് രണ്ടാമതൊരു കേസെടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. അത് നിയമപരമായി തെറ്റാണ്. ഒരു വാദിയായ ഒരാൾ 69 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞൊരു കേസെടുത്തു കഴിഞ്ഞാൽ കൗണ്ടർ കേസ് പോലെ ആ വാദിയെ കുരുക്കുന്ന രീതിയിൽ ഒരു കേസെടുക്കുന്നത് ഒട്ടും നല്ലതല്ല. അത് അടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും അവർ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരും. ഡിപ്പാർട്ട്മെൻറ്റിലും ചിലപ്പം കോടതിയിലും ഹൈക്കോടതിയിൽ വരെ ആ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.